വെൽക്കം ടു കേരള വിഷൻ സ്പെഷ്യൽ എപ്പിസോഡ് റമദാൻ കുക്ക് ബുക്ക്. എൻ്റെ പേര് ആദിത്യ സോണി. ഞാൻ ഇന്നുള്ളത് ആലുവ നോർത്ത് പറവൂരിലാണ്. ബാക്കി വിശേഷങ്ങൾ എൻ്റെ കൂടെ ഒരു ഷെഫുണ്ട്. ഞാൻ ഷെഫിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇത്തയുടെ പേര് പറഞ്ഞിട്ട് തന്നെ തുടങ്ങിയേക്കോ. എൻ്റെ പേര് ഷഫ്ന. എൻ്റെ വീട് നോർത്ത് പറവൂരാണ്. പിന്നെ ഷഫ്നയിത്ത ഒരു ഷെഫ് മാത്രമല്ല, ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്, പിന്നെ ഒരു ടീച്ചറാണ്, ഒരു ഓൾറൗണ്ടറും കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. റമദാൻ കുക്ക് ബുക്ക് ഡയറീസിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷസ്? നമ്മൾ ഫസ്റ്റ് ഒരു റീഫ്രഷ്മെൻ്റ് ആണ്. ബ്ലൂ മിൻറ്റ് ലൈം എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഷവർമ ചീസ് ഷോട്ട്സ്. ഷവർമ ചീസ് ഷോട്ട്സ് ഇതെല്ലാം ഞാൻ തന്നെ ആയിരിക്കും കഴിക്കുന്നത് അല്ലേ? ഓക്കെ. ഇതെന്താ ഷവർമ ചീസ് ഷോട്ട്സ് ഒരു പാനിപൂരിയുടെ ബേസിൽ ഇരിക്കുന്നത്? അതായത് അതിൻ്റെ ആ ഒരു ഓൾമോസ്റ്റ് ലുക്ക്, അതായത് ഒറ്റ പ്രാവശ്യം നമ്മൾ കഴിക്കുമല്ലേ? ഒറ്റ ഡിപ്പ്. ഓക്കെ. അപ്പോൾ എന്തിൽ നിന്ന് തുടങ്ങും? നമുക്ക് റിഫ്രഷ്മെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് നമുക്കൊരു ഗ്ലാസ് എടുക്കാം. നാടൻ പുതിനയിലാണ്. പഞ്ചസാര, ഗ്രാമ്പു, പട്ട നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത സാധനമാണ്. ഇതെല്ലാനും കൂടി നമ്മൾ ഒരു പാനി രൂപത്തിലെടുത്തിട്ട് ഫുഡ് കളർ, ബ്ലൂ കളർ, ഒരു ഓഷ്യൻ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലൂ കളർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ സ്പ്രൈറ്റോ 7up ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ പേരെന്തായിരുന്നു? മിന്റ് ബ്ലൂ ലൈം. മിന്റ് ബ്ലൂ ലൈം ആണ്. ഐസ് ക്യൂബിന്റെ ആ ഒരു തണുപ്പുണ്ട്, കൊള്ളാം. നല്ല മിന്റ് എഫക്റ്റും ഉണ്ട്. ഓർഗാനിക് ആണല്ലേ ശരിക്കും? അതിന്റെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ ശരിക്കും കിട്ടുന്നുണ്ട്. ഇനിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന മെയിൻ സംഭവം, ഷവർമ ചീസ് ബോൾ. നമുക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയോണൈസ്, സവാള, തക്കാളി, കുക്കുംബർ, മല്ലിയില, കുരുമുളക്, ഉപ്പ്, പിന്നെ ലാസ്റ്റ് നമ്മൾ ചീസ് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഫുള്ള് മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ചീസ് ആഡ് ചെയ്യുന്നുണ്ടോ? ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ പാനിപൂരിയുടെ ബേസ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്ക് ഒരു ബൈറ്റ് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ കണ്ടുപിടിക്കുന്നതെന്ന്. യൂഷ്വലി നമ്മൾ പാനിപൂരിക്കൊക്കെ വേണ്ടിയിട്ട് ഈ സാധനം യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഷവർമ ചീസ് ബോളിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ മീറ്റും ചിക്കനും ഒക്കെ ആഡ് ചെയ്തൊക്കെ കൊടുക്കാം അല്ലേ? പ്രോൺസ് ഒക്കെ ആഡ് ചെയ്യാം. ഉണ്ട് പറയാൻ പറ്റുന്നില്ല. ഇത് തന്നെ ഞാൻ പറയുന്നത്. ഒരക്ഷയില്ല. ചീസ് ഉണ്ട്, മെൽറ്റായി ചീസ് എടുപ്പുണ്ട്, നല്ല ചെറിയ ക്രിസ്പി ഓണിയൻ കടിക്കാൻ കിട്ടുന്നുണ്ട്. പാനിപ്പൂരിയുടെ ബേസാണ് ഹൈലൈറ്റ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മല്ലിയില. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു, ആസ്വദിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ കളിയിലേക്ക് പോകാൻ പോകുന്നത്. നമ്മൾ ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയായിട്ടാ? ബിരിയാണിയും നല്ല അടിപൊളി ഡെസേർട്ടും. ആ ബിരിയാണിയുടെ പേര് ഇത്തന്നെ പറഞ്ഞു. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബിരിയാണി സ്പെഷ്യൽ ബിരിയാണിയാണ്. ബീഫ് തവ ദം ബിരിയാണി. അതൊരു പുതിയ ഒരു ബിരിയാണിയാണത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡെസേർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണിയുടെ സെറ്റിങ്ങിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ഡെസേർട്ട് സ്പെഷ്യൽ? നമ്മളൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിൽക്കി ക്രീമി പുഡിംഗ് എന്നാണ് ഇതിൻ്റെ പേര്.
മിൽക്കി ക്രീമി പുഡിംഗ്. ഓക്കെ, എനിക്ക് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന എല്ലാനും വളരെ ഒരുപാട് ടൈം എടുത്തൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ നമ്മുടെ ഈ പുഡിംഗ് അടിപൊളിയാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? നമുക്ക് പുഡിങ്ങിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്റ്റർഡ് പൗഡർ, പിന്നെ ഫ്രഷ് ക്രീം, ഗീ, ബദാം, കാഷ്യൂ, ബ്രെഡ്, വെർമിസൽ, മിൽക്ക് മെയ്ഡ്, പാല്, പിന്നെ പാല്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഒരു പാൻ എടുക്കുക, അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിനായിട്ട് പാല് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കണം. നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ച് നമ്മൾ കസ്റ്റർഡ് പൗഡർ എടുക്കുക, അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റർഡ് പൗഡർ പാലിലേക്ക് ഇടുമ്പോഴത്തേനും അത് കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് അതിനകത്തേക്ക് ഒഴിക്കുക. നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ പഞ്ചസാര അങ്ങനത്തെ കാര്യമൊന്നും ആഡ് ചെയ്യും? നമ്മൾ ഷുഗർ അതിന് വേണ്ടിയാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് എപ്പോൾ മനസ്സിലാവും ഇത് കുറുകി വന്നിട്ടുണ്ട്, അത് റെഡിയായി വരുന്നുണ്ടെന്ന്? നമുക്കത് ഇതിൻ്റെ ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആയിട്ടുണ്ടെന്നുള്ളത്. നമുക്കൊരു പാൻ വെക്കാം. നമുക്ക് കുറച്ച് ഗീ, ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം നമ്മൾ മധുരം കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ പുഡിങ്. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു വെർമിസെല്ലി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുറുകി വരുന്ന ടൈമിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം, കാഷ്യൂ കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഫ്രഷ് ക്രീം ചൂടിൽ തന്നെ നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് നമുക്കിത് ഒഴിക്കണം. ഇതെല്ലാം നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ലാസ്റ്റ് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഇതിൽ നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേയിൽ കുറച്ച് ഗീ നമ്മൾ എടുക്കുന്ന ടൈമിന് വേഗം, അതായത് നമ്മൾ എടുക്കുന്ന ടൈമിന് ഒട്ടും അടിയിൽ പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പെർഫെക്ഷൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്രെഡ് പീസാക്കി വെച്ചിരിക്കുന്നത്, പുഡിങ്ങിൽ അങ്ങനെ ബ്രെഡ് വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെന്താ? അത് നമുക്കൊരു സോഫ്റ്റ് കടിക്കുമ്പോൾ അതായത് ഒരു ക്രീമി ആയിട്ട് നമുക്കൊരു ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത്.
ആ കറക്റ്റ് ആയിട്ട് ആ ബ്രെഡിന്റെ ഉള്ളിലൊക്കെ കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീമിൽ മിൽക്ക് മേഡോ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും ആണ് ഇപ്പോൾ വെച്ചത്. അതെ അതെ അതെ. ഇതാണ് നമ്മളുടെ പുഡിങ്ങിൻ്റെ പേര് തന്നെ, മിൽക്കി ക്രീമി പുഡിംഗ്. ഇതപ്പോൾ കുറച്ച് നേരം ഫ്രിഡ്ജിലും കൂടെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ പുഡിങ് ഒരു 5 hours ആണ് ശരിക്കും വെക്കേണ്ടത്. മാക്സിമം ഒരു 3 hour ആകുമ്പോഴത്തേനും പുഡിങ് സെറ്റായിട്ടുണ്ടാകും. ഇനി നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. സോ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത്. അതെ അതെ. എന്താ? ബിരിയാണി, ബീഫ് തവ ദം ബിരിയാണി. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് തവ ദം ബിരിയാണിയാണല്ലോ. അപ്പോൾ എന്തായാലും ബീഫ് വേണം. ബീഫ് വേണം. ഓക്കെ. ബീഫ്, സവാള, തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, പിന്നെ ഉപ്പ്, നെയ്യ്, മസാല, മല്ലിയില, വേപ്പില, നാടൻ വേപ്പിലയാണ്, പിന്നെ കസ്തൂരി മെത്തി, ബട്ടർ, പിന്നെ നമ്മളുടെ പൊടികൾ മസാല. ഇത് മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, വെളിച്ചെണ്ണ. ഫസ്റ്റ് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതിൽ വേറെ മസാലകളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക. കാരണം ആ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ വിനെഗറൊക്കെ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഒന്ന് കയറി ബീഫ് ഒന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കത്. നമ്മൾ ഈ ബീഫ് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഏലക്ക, ദെൻ കുറച്ച് കസ്തൂരി മേത്തി. ഈ കസ്തൂരി മേത്തിയുടെ എന്താ ഗുണം? കസ്തൂരി മേത്തി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഡിഷിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തരും നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മല്ലിയില. മല്ലിയില. ഇതിനോട് കുറച്ച് നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ബീഫ് നമ്മൾ വേവിക്കുന്ന ആ ഒരു സോക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു നമ്മൾ വേവിച്ച് കിട്ടുന്ന ആ ഒരു വാട്ടറിലാണ് നമ്മൾ റൈസ് വെക്കുന്നത്. അതാണ് നമ്മളുടെ ഈ ഒരു ബിരിയാണിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വെള്ളത്തിൽ തന്നെ ആയിരിക്കും ബിരിയാണി? അതെ അതെ. കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എത്ര വിസിലെടുക്കണം? ഇനി നമുക്കിത് മൂടി വെച്ച് വിസിൽ കേൾപ്പിക്കാം. ഏകദേശം ഒരു
15 മിനിറ്റൊക്കെ മതിയാവും. കാരണം നമ്മളത് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചത് കാരണം വേഗം വേവാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ടൈമിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഈ നോമ്പൊക്കെ പിടിച്ച് മടുത്തിരിക്കായിരിക്കും അല്ലെ? എങ്ങനെയാണ് നോമ്പ് വിശേഷങ്ങളൊക്കെ? ഇല്ല, തീർച്ചയായിട്ടും നോമ്പ് പിടിക്കുമ്പോൾ മടുപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും തോന്നിയിട്ടില്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോൾ നമുക്കതൊരു എന്താ പറയുക, ഒരു ഹാബിറ്റ്സ് പോലെ ആയത്. നമ്മൾ ഇനി ഇതിന് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രണ്ട് മക്കളാണല്ലോ? അതെ അതെ. അവരുടെ പേരെന്തൊക്കെയാ? മൂത്ത മോൻ മുഹമ്മദ് അൽത്താഫ്, രണ്ടാമത്തെ മോള് ഐഫ മറിയം. അപ്പോൾ അൽത്താഫും മറിയം വരെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ നോമ്പൊക്കെ പിടിക്കായിരിക്കും അല്ലേ? ഇല്ല, അവര് അൽത്താഫ് പിടിക്കും, മറിയ പിടിക്കാൻ ആയിട്ടില്ല. 4 വയസ്സായിട്ടുള്ള അവർക്ക്. ഓ. നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിടാം. വേഗം നമുക്കത് വാടി കിട്ടാൻ വേണ്ടി നമുക്കത് ഹെൽപ്പാകും. നമുക്കിത് തീ കുറച്ചിട്ടിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഉപ്പിട്ട് സോക്ക് ചെയ്ത് വെച്ച സവാള ഇതാ നല്ലപോലെ വാടിയിട്ടുണ്ട്. അതെ അതെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓൾറെഡി നമ്മൾ ബീഫിലും ഇട്ടിട്ടുണ്ട്. ദെൻ ഗ്രീൻ ചില്ലി ഇടാം. ഗ്രീൻ ചില്ലി നല്ല ചതച്ചതാണല്ലോ, ക്രഷ്ഡ് ആണല്ലോ? അതെ അതെ. അതായത് നല്ല അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചതച്ചത്. അതായത് കല്ലിലിട്ടാണ് അരച്ചത്? അതെ അതെ അതെ, കല്ലിലിട്ടാണ് ചതച്ചെടുത്തേക്കുന്നത്. പിന്നെ എരിവ് നമ്മൾക്ക് ആവശ്യത്തിന് അനുസരണോടെ. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലിയാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ മണം ഓൾറെഡി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മണം പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയും വീണ്ടും നമുക്ക് ഫ്ലെയിം വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പില, മല്ലിയില, നമുക്കിത് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. ഇത് നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് വെക്കാം. മസാല റെഡിയായിക്കൊണ്ടിരിക്കുന്നു. നല്ല മണമുണ്ട്. സവാള നന്നായി വാടിയതിന് ശേഷം മാത്രം നമുക്ക് തക്കാളിയും ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. നന്നായിട്ട് വാടി നല്ല നമ്മൾ ബിരിയാണിയൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് ആ സവാള അത്രയും നന്നായിട്ട് വാടിയാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു പച്ച ഫ്ലേവർ പോയി ബിരിയാണിക്ക് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളും കൂടെ ഇടാം. മസാലപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇടാം. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇടാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചില്ലി പൗഡർ, ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ. എത്ര കിലോ ബീഫിനാ?
ഇത് നമ്മൾ ഒരു 1 kg ബീഫിനാണ് നമ്മൾ ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. മസാല നമ്മൾ തന്നെ പൊടിച്ച മസാലയാണിത്. ദെൻ ലാസ്റ്റ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നു. ഓക്കെ, അതായത് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലൊരു മസാലയുടെ കളറായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ. 2 വലിയ തക്കാളിയാണിത്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടി കഴിഞ്ഞു. ബീഫിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ബീഫ് കുറച്ച് ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് ഈ ബീഫിനെ കുറച്ച് മസാലയൊക്കെ പറ്റി സോക്ക് ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തവ ഫ്രൈ ആക്കി എടുക്കണം. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബീഫിൻ്റെ സോക്കിൽ നമുക്ക് റൈസ് ശരിയാക്കണം. അത് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ബീഫ് തവ ദം ബിരിയാണി റെഡിയായി. മസാല നമ്മൾ നേരത്തെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓക്കെ, മസാല ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതിന് സോക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ ഒരു ബൗളെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇടുക. മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടി ഇട്ടാൽ മതി. ഓക്കെ. അതിനുശേഷം ഉപ്പ്, പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കളർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ മസാലപ്പൊടി, ഓക്കെ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഓക്കെ. ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫ് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കൽ തന്നെയാണ്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് റൈസിൻ്റെ പണികൾ നോക്കാം. തവ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കോട്ടിങ്ങാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ. അതായത് നമ്മൾ ബട്ടർ, കസ്തൂരി മെത്തി, ഇതിനകത്ത് നമ്മളിത് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. തൈരും ഇതൊക്കെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ശരിക്കും ബീഫ് നല്ല ജ്യൂസി ആവാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. നമ്മളൊരു ബിരിയാണി പോട്ട് എടുത്ത് വെക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതിനകത്തേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള ഫ്രൈ ചെയ്തെടുക്കണം. ഈ സവാള ഇപ്പോൾ ശരിക്കും എന്തിനുള്ളതാണ്? റൈസിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ടേസ്റ്റും കൂടെ പിടിക്കും. അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ആ ഒരു സവാളയുടെയും ക്യാഷ്യൂൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അതിനകത്ത് ഉണ്ടാകും. എണ്ണ ചൂടായിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കും. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് ഇഷ്ടം. സവാള നമുക്ക് നന്നായിട്ട് ഫ്രൈ ആവണമെന്നില്ല. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്കത് നിർത്താം. അതിൽ തന്നെ നമുക്ക് മുന്തിരി, കാഷ്യും കൂടി വറുത്തെടുക്കാം. ജസ്റ്റ് ഇതൊന്ന് ആ ഒരു പച്ച ഫ്ലേവറൊക്കെ പോയി ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് കാഷ്യൂ, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിതൊരു സ്പെഷ്യൽ ബിരിയാണി ആയതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു മുന്തിരിയും കാഷ്യൂ ഒക്കെ ആഡ് ചെയ്യണത്. എല്ലാം ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗണിഷ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റി വെക്കാം. മുന്തിരിയൊക്കെ നല്ല വറുത്ത് നല്ല കടലയുടെ പരുവത്തിലായിട്ടുണ്ടല്ലേ? അതെ. നമ്മളിപ്പോൾ ഈ റൈസിന് വേണ്ട ഫ്ലേവർ നമ്മൾ ഇനി ആ ഒരു മസാല
മസാലയ്ക്ക് വേണ്ടിയുള്ള വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഡാൽഡ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ പണ്ടൊക്കെ ബിരിയാണി വെക്കുന്ന ആ ഒരു സ്റ്റൈല് തന്നെയാണ് നമ്മളിത് ഇപ്പോഴും ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് മസാല, പെരിഞ്ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് മാറ്റി വെച്ച ബീഫിൻ്റെ ആ ഒരു വെള്ളമാണ് ഇത്. എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, കസ്തൂരി മേത്തി. ഇതെല്ലാം കൂടെ ബീഫ് ഇട്ട് വേവിച്ച ആ ഒരു ബീഫ് മാറ്റിയെടുത്ത ഗ്രേവിയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇടാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു പാത്രത്തിൽ ആണ് നമ്മൾ അരി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഈ ഒരു പാത്രം അരിക്ക് നമ്മൾ ഒരു 1.5 വെള്ളം നമ്മൾ ഇത് കൂടാണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിക്കേണ്ടത്. ഒരു പാത്രം വെള്ളം നമ്മൾ ഒഴിച്ച് അത് കൂടാണ്ട് നമ്മൾ ഇനി ഈ സെയിം ഇതിൻ്റെ ഒരു അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ ഈ ഒരു പാത്രത്തിൻ്റെ കണക്ക് വെച്ചിട്ട് 2 നിറച്ച് ഒഴിച്ചിട്ടുണ്ട് വെള്ളം. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ ബാക്കി വന്ന ഗ്രേവിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസും എല്ലാം ആഡ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.